ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര താബോർ കുരിശുമല കയറാൻ വേണ്ടി പോവാണ്. മല കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, താബോർ കുരിശുമല എന്ന് പറഞ്ഞിട്ട് 1 കിലോമീറ്റർ. അപ്പോൾ അത് നോക്കി പോയാൽ മതി. ആസിഫ് അലിയുടെ കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീടാണിത്. മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ആസിഫ് അലി, സണ്ണി വെയിൻ, വിനായകനൊക്കെ ഉണ്ടായിരുന്ന പടം. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ അവസാനം ഒരു ജീപ്പൊക്കെ ഓടിച്ച് കയറി വരുന്നൊരു വഴിയാണിത്. ഇതാണ് നേരെ ആ വീട്ടിലോട്ടുള്ളത്. സിനിമയിൽ ഈ ഒരു ഭാഗമൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല വഴിയായിരുന്നു അന്ന്. ഇത് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന. സിനിമയുടെ അവസാന ഭാഗത്ത് സണ്ണി വെയിൻ മണ്ണെണ്ണ മേടിക്കാൻ പോകുന്നൊരു വീടുണ്ട്. ആ വീടാണിത്. ഇത് സെറ്റിട്ടതല്ല, ഇത് ശരിക്കും വീട് തന്നെയാണ്. താബോർ കുരിശുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോൾഡ് സിനിമയിലെ ക്ലൈമാക്സിൽ വിനായകൻ ആസിഫ് അലീനെയും സണ്ണി വെയിനെയും ചവിട്ടി കൊക്കയിലേക്ക് ഇടുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത്. അതുപോലെ പെപ്പയുടെ പൂവൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് ടീംസ് ജീപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊരു ഓഫ് റോഡാണ്. ടീം അങ്ങനെ വന്നു. അവരവിടെ വണ്ടിയെല്ലാം ഇങ്ങനെ കല്ലിലെല്ലാം കയറ്റി വെച്ച് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നൊരു സ്ഥലമാണ്. നേരെ മുന്നിൽ തെരുവുമലയും കൊട്ടത്തളിച്ചുമലയും കാണാനായിട്ട് സാധിക്കും. ആ താഴെ കാണുന്നത് മഴയാണ്. മഴ പെയ്ത് കയറി വരുന്നൊരു രംഗമാണത്. ജീസസ് ദ റിഡീമറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇങ്ങോട്ട്. ശരിക്കും കണ്ണൂർ ജില്ലയിലെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. കോടയെല്ലാം കയറി സംഭവം സെറ്റായിട്ടുണ്ട്. ജീപ്പിന് വന്നവരവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടിയാണിത്. മഴക്കാലത്താണ് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നത്. മഴക്കാലത്ത് ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. മഴ നനഞ്ഞാണ് താബോറിലേക്ക് എത്തിയത്. അപ്പോഴേക്കും നമ്മുടെ ആനവണ്ടിയെല്ലാം വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം.